ഞാൻ 2024 ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് 2020 ലോഞ്ച് ചെയ്ത് 10,000 രൂപയ്ക്ക് താഴെ ഇറങ്ങിയ ഇത് യൂസ് ചെയ്ത് നോക്കി ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിവൈസ് ആണ്. ആക്ച്വലി ഇത് രണ്ടും, ഇത് റിയൽമി 7i, ഇത് റിയൽമി 7. ഞാൻ ആദ്യമായി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുത്ത രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ്. ഓൺ പേപ്പർ റിയൽമി 7i വെച്ച് നോക്കുമ്പോൾ റിയൽമി 7 എത്രയോ ഭേദമാണ്. രണ്ട് സ്മാർട്ട് ഫോണും ഒരേ ദിവസമാണ് ബുക്ക് ചെയ്തതെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി റിയൽമി 7iക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും റിയൽമി 7 ഡെഡായി. ഇപ്പോൾ ഡിസ്പ്ലേയിൽ 1-2 വരെയൊക്കെ വരുന്നുള്ളൂ, പക്ഷേ ഡിസ്പ്ലേ മുഴുവനും വരെയുണ്ട് ആൻഡ് ടച്ചും കംപ്ലൈൻ്റ് ആയി. തനിയെ എന്തൊക്കെയൊക്കെ ക്ലിക്ക് ആവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എമർജൻസി കോളും പോകുന്നുണ്ട്. ബട്ട് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. റിയൽമി 7i അതിജീവിച്ചു. ഏകദേശം 11,000 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില 2020. സ്മാർട്ട് ഫോൺ കണ്ടു കഴിഞ്ഞാൽ കാലപ്പഴക്കം തോന്നിക്കുന്ന 3 കാര്യങ്ങളെ ഞാൻ കണ്ടുള്ളൂ. ബാക്ക് സൈഡിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ് സ്കാനർ. സത്യം പറഞ്ഞാൽ ബാക്ക് സൈഡിൽ വരുന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല, ഇത് ഞാൻ ആക്ച്വലി ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എന്ത് കൺവീനിയന്റ് ആണെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നുണ്ട്. പുതിയതായി ഇറങ്ങിയ സ്മാർട്ട് ഫോണുകളാണ് ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ ബാക്കിലുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഇതേ ഫ്രണ്ടിൽ ഈ കാണുന്ന താടി, സത്യം പറയുന്നത് കാണുമ്പോൾ നാവിഗേഷൻ ബട്ടൺ ഇവിടെ തന്നെ വെച്ചുകൂടെ എന്ന് തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ചിഹ്നൊരു പ്രശ്നമേ ആയിരുന്നില്ല, കാരണം ഡിസ്പ്ലേ ഇത്രയും വലുതാക്കിയിട്ടുണ്ട്. ഈവൻ ഈ മുകളിൽ കാണുന്ന പഞ്ച് ഹോൾ 2024 ഡ്രോപ്പ് നോച്ച് വെച്ചിറക്കുന്ന പല ടീമുകളും ഇതെങ്കിലും കണ്ടിട്ടൊന്ന് മാറണം. ഡിസ്പ്ലേ ഒരു LCD ആണ്, 720p ആണെങ്കിലും 1 ലക്ഷം രൂപ വില വരുന്ന ഐഫോണിൽ പോലും ഇല്ലാത്ത ഒരു സാധനം ഈ ഡിസ്പ്ലേയിൽ ഉണ്ടായി. 90 Hz ഡിസ്പ്ലേ ആണിത്. എന്നെങ്കിലും നീ നന്നാവൂ. പിന്നെ അന്ന് കാലത്തൊന്നും സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിന്റെ നിറ്റ്സ് ഒന്നും ഒരു കാര്യമേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വീടിനകത്ത് യൂസ് ചെയ്യുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഇന്ന് അതിലും ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺസുകൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് കാണുമ്പോൾ ശരിയാണ് വെയിലത്തിന്റെ വിസിബിലിറ്റി കുറവാണ്. എന്നാൽ പഴവ് തോന്നിക്കുന്ന വേറൊരു കാര്യമാണ് ഈ കാണുന്ന താഴെയുള്ള 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ഇന്ന് കാലത്ത് പല കമ്പനികളും നിങ്ങളൊരു 10,000 റുപ്പീസൊക്കെ സ്മാർട്ട് ഫോൺ മേടിക്കാൻ പോകുമ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ഫോൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി 3.5mm ജാക്ക് കുത്തിക്കയറുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് 3.5mm ജാക്ക് ഉണ്ടെങ്കിലേ ആ ഒരു സ്മാർട്ട് ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആകുള്ളൂ. 2024 നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും AI. എന്നാൽ നമ്മൾ ആ സീനൊക്കെ പണ്ടേ വിട്ടതാ. ബാക്ക് സൈഡ് കണ്ടില്ലേ, 64 മെഗാപിക്സലിന്റെ AI ക്യാമറ. 2020 ഈ പറഞ്ഞ AI കാര്യങ്ങളൊക്കെ ഉണ്ടായി. ജസ്റ്റ് നമ്മളത് ശ്രദ്ധിച്ചില്ല, ബ്രാൻഡുകൾ നമ്മളത് ശ്രദ്ധിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമാണ് സത്യം. ഏകദേശം S23 അൾട്രയുടെ അതേ സൈസ് വരുന്ന സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ മോഡ്യൂൾ കണ്ടില്ലേ, S23 അൾട്രയും ഇതും അടുത്തടുത്ത് വെക്കുമ്പോൾ ഒരു ആനയും ഉറുമ്പും നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് ഇറങ്ങുന്ന പല സ്മാർട്ട് ഫോണിനേലും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് ഇതിലുണ്ടായിരുന്നത്. ഈവൻ ഇപ്പോൾ പോലും നിങ്ങൾ ക്യാമറയിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പോർട്രേറ്റ് മോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ഷൻ ഇതൊരു 10,000 റുപ്പീസിന്റെ ഫോണിൽ എടുത്തതാണ് എന്ന് പോലും പറയിപ്പിക്കാത്ത രീതിയിൽ അത്രത്തോളം ആക്യുറേറ്റ് ആണ്. ക്യാമറ 64 മെഗാപിക്സൽ ആണെങ്കിലും ഇന്നത്തെ പല 64 മെഗാപിക്സൽ ക്യാമറകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ക്ലാരിറ്റി ഇല്ല. എങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ക്യാമറ വാസ് വർത്ത്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിരുന്നു. ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആൻഡ് 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. കമ്പനികൾ ആ ഒരു മാക്രോ ക്യാമറയെ മാത്രം താങ്ങി 2024 പോലും ആ ഒരു ലെഗസി കീപ്പ് ചെയ്ത് പല സ്മാർട്ട് ഫോണിലും കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. കൂടാതെ 2 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയും. യെസ്, അന്നത്തെ കാലത്ത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കണമെങ്കിൽ AI ഉണ്ടെങ്കിൽ AIക്ക് ഡേറ്റ ഫീഡ് ചെയ്യുന്നത് ഈ ഒരു 2 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയായിരുന്നു. പോർട്രേറ്റ് ക്യാമറയിൽ നിന്നും എങ്ങനെയാണ് ഡെപ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ ഫോട്ടോസിൽ ബൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാർഡിൽ ഞാൻ ആഡ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ. ചുമ്മാ ഫോട്ടോ എടുക്കുമ്പോൾ രസമുണ്ട്, ഡയറക്റ്റ് സൺലൈറ്റ് പുറകിൽ എടുക്കുമ്പോഴും HDR അപ്ലൈ ആവുന്നുണ്ട്. എന്നാൽ ഫ്രണ്ടിലും ബാക്കിലും 1080p 30fps വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. AnTuTu ബെഞ്ച്മാർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അത് റണ്ണും ചെയ്തു നോക്കി, പക്ഷേ സ്കോർസ് ഒന്നും വരുന്നില്ല. മേ ബി കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഡീസെന്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. നോർമൽ യൂസിൽ ഇപ്പോഴും 4 കൊല്ലത്തിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രമാത്രം ലാഗോ ഗ്ലിച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചെറുകിട ഗെയിമുകളൊക്കെ പുഷ്പം പോലെ ഇപ്പോഴും ഓടും. സ്മാർട്ട് ഫോൺ ഓടുന്നത് Android 11. റിയൽമിയുടെ സ്വന്തമായിട്ടുള്ള റിയൽമി UI 2.0. ഇടയ്ക്കിടയ്ക്ക് സ്മാർട്ട് ഫോണിൽ അപ്ഡേറ്റ്സ് വരുമായിരുന്നു. 2020 ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണിൽ അവസാനമായി ഇപ്പോൾ അപ്ഡേറ്റ് വന്നത് 22/9/2022 അന്നാണ് അവസാനമായിട്ട് അപ്ഡേറ്റ് കിട്ടിയത്. അതിനുശേഷം യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്ഡേറ്റ്
അപ്ഡേറ്റുകൾ എത്ര കൊല്ലം കിട്ടുമെന്ന് പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ല ആ കാലത്തെങ്കിലും 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ സുഖമായി ലഭിച്ചു. 4 GB റാം ആൻഡ് അന്ന് റാം എക്സ്പാൻഷൻ, റാം പ്ലസ്, ഡൈനാമിക് റാം, റാം എക്സ്റ്റൻഷൻ എന്നുള്ള ഗിമിക്കുകളൊന്നും തന്നെ ഉണ്ടായില്ല. സോ 4GB is 4GB. 128 GB സ്റ്റോറേജും ഉണ്ട്. സിം ട്രേ നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 ഫിസിക്കൽ സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അന്ന് 5G ഒന്നും അറിഞ്ഞിട്ടില്ല. സോ ഡിവൈസ് 5G അല്ല 4G ആണ്. ഇന്ന് നമ്മൾ 5000 mAh ബാറ്ററി സ്ലിം ആയിട്ടുള്ള ഫോം ഫാക്ടറിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അന്നും 5000 mAh ബാറ്ററി വളരെ സ്ലിം ആയിട്ടുള്ള ഫോം ഫാക്ടറിൽ വെയിറ്റ് കുറവിൽ വന്നിരുന്നു. സർപ്രൈസിംഗ്ലി ഇന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോഴും അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഫുൾ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ബാറ്ററി പ്രശ്നം ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. 2020 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒരു 10,000 rupees ഫോണിൽ തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ 10 വാട്ടിന്റെ ചാർജിങ് ഉള്ള ഒരു സ്മാർട്ട് ഫോണിനെ 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്ന് അഡ്വർടൈസ് ചെയ്യുന്നതും കണ്ടുവരുന്നു. ഡ്യുവൽ സ്പീക്കർ ഒന്നും അല്ല, സിംഗിൾ സ്പീക്കർ ആണ്. പക്ഷേ ഇപ്പോഴും നല്ല ക്ലാരിറ്റി ഉള്ള ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ. ഞാൻ മിസ് ചെയ്യുന്നുണ്ട് 10,000 rupees പ്രൈസ് റേഞ്ചിലൊക്കെ ഇത്രയും ലൗഡ് ഉള്ള സ്പീക്കർ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ 2015-16 സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2015-16 വാങ്ങിയ സ്മാർട്ട് ഫോണുകൾ 2020 സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കുമ്പോൾ മാരകമായ വ്യത്യാസമാണ് ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്ക് തോന്നിയത്. പക്ഷേ 2020 ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ 2024 ഇറങ്ങുന്ന ഒരു ഇതേ പ്രൈസ് റേഞ്ചിലെ സ്മാർട്ട് ഫോൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്പോ ഇത്രയും അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും കാണുന്നില്ല. ഇൻഫാക്ട് ഇത്രയും ഫോണുകളൊക്കെ റിവ്യൂ ചെയ്തതിനു ശേഷം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ തോന്നിയത് ഈ ഒരു 4 കൊല്ലം മുന്നേ ഇറങ്ങിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇറങ്ങുന്ന 10,000 രൂപയുടെ സ്മാർട്ട് ഫോണുകളേക്കാൾ കുറച്ചുകൂടി ബെറ്റർ പെർഫോമിംഗ്, കുറച്ചുകൂടി ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് തരുന്നതായിട്ടാണ്. സോ ഒരു 4-5 കൊല്ലത്തേക്ക് ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അന്നത്തെ കാലത്ത് 10,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അതിനകത്ത് മിനിമം ഒരു 20,000 രൂപയ്ക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ 10,000 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 10,000 പറ്റില്ല. നിങ്ങൾ ഒരു 15 അല്ലെങ്കിൽ 20,000 rupees ഇടേണ്ടി വരും ഇൻഫ്ലേഷൻ. നിങ്ങൾ ഇപ്പോഴും ഇതേപോലെ പഴയ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോഴും ആ സ്മാർട്ട് ഫോണിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും കാലമായിട്ടും ഒരു കുഴപ്പമില്ലാതെ ഓടുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഇഷ്ടപ്പെട്ടത്, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ മോഡൽ ഏതാണ് എന്നും കൂടി അറിയിക്കാൻ മറക്കരുത്. അത്രയുള്ള ഈ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കവിളിണയിൽ ഈ മായാലാവണ്യം ഇന്നവഴിയിൽ കാൽത്താളം നീയാം സുരതിയിൽ ഈ മാ